യെസ്. ആ, വിശ്വാസിയാ? വിശ്വാസിയാണ്. ഇസ്ലാം മത വിശ്വാസി. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് അറിയില്ലേ? പറഞ്ഞോളൂ. ഹാർപ്പിക് മുഹമ്മദ്. ഹാർപ്പിക് മുഹമ്മദ്. ഹാർപ്പിക്. ആ, ഈ ഹാർപ്പിക് എന്ന് പറയുന്നത് എന്താ സംഭവം? എനിക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഹാർപ്പിക് ബാത്റൂം ക്ലീനർ ഇതിന്റെ ആക്റ്റീവ് ഫോർമുലയെ അപ്പൊ താങ്കൾ എന്തുകൊണ്ടാണ് ഉം. ഈ ഒരു ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമായി, ആ ഇസ്ലാം മത വിശ്വാസികൾക്ക് നേരെ മാത്രം താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലൈവ് ഇടുന്നതും എനിക്ക് പിന്നെ ഈ ഇസ്ലാമിനെ ഒരു കുറിച്ച് ആശയം അറിയുള്ളൂ, അതുകൊണ്ട്. മുന്നോട്ടുവരുന്നതും? വൈ? എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയുള്ളൂ, അതുകൊണ്ട്. ഞാൻ മേ ബി ഒരു ബഹുമാനത്തോട് ചോദിക്കട്ടെ, ഉം. താങ്കളുടെ ഫാദറിന്റെ പേരെന്ന് പറയൂ. നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. പാതറൊക്കെ അവിടെ കേട്ടെ. അല്ല, വിഷയം തന്നെ ഇതാണ് വിഷയം. ഇതല്ല എന്റെ വിഷയം. പിന്നെന്താ? എൻ്റെ വാപ്പയാണോ? എൻ്റെ വാപ്പ നിങ്ങളുടെ വാപ്പേ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. താങ്കൾ മരണപ്പെടുവോ? ആരായാലും മരിക്കും. മുഹമ്മദ് നബി വരെ ചത്തു, പിന്നെയാണ് ഞാനും ചാവും. അതങ്ങനെ പറയണ്ട. ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും ചത്ത് കുഴിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. മരിക്കും. അതെ, കാഫറുകൾ ചത്തു എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. നമ്മൾ എഴുന്നേറ്റ് നിന്ന് മയ്യത്തിനെ ബഹുമാനിക്കണം എന്നാ പറയാ. എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ പറയും. നിങ്ങൾ പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? നിങ്ങളാരാ? താനാരാ? നീ ഏതാടാ നായേ? അതായത് ഒരു മയ്യത്ത് മുന്നിൽ കൂടെ, താങ്കളുടെ മുന്നിൽ കൂടെ പോയാൽ താങ്കൾ എഴുന്നേറ്റ് അതിനെ ബഹുമാനിക്കും. ഇതാണ് താങ്കൾ പറഞ്ഞത്. ബഹുമാനിക്കണം. ബഹുമാനിക്കും. ഒസാമ ബിൻ ലാദനെ നിങ്ങൾക്ക് അറിയില്ലേ? നേരിട്ട് പരിചയമില്ല. ആളറിയേ? ഒസാമ ബിൻ ലാദനെ അറിയില്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി അല്ലേ? അതെ. ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് താങ്കളുടെ മുന്നിൽ കൂടെ കൊണ്ടുപോയാൽ താങ്കൾ എഴുന്നേറ്റ് സെലൂട്ട് അടിക്കുമോ? ഒസാമ ബിൻ ലാദൻ ലോകം കണ്ട മയ്യത്തല്ലേ? ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയപ്പെടുന്നു. പറയപ്പെടേ അല്ലേ? അത് പറയപ്പെടുന്നു. അത് നമുക്ക് വ്യക്തമായി തെളിവൊന്നുമില്ലല്ലോ. കുറുക്കൻ കൂവി. ആ, താങ്കൾ പറഞ്ഞത് മയ്യത്ത് കണ്ട എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണമെന്ന്. ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് കണ്ടാൽ താങ്കൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുമോ? അടിക്കും. അടിക്കും. ഗോവിന്ദച്ചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കുമോ? ഗോവിന്ദച്ചാമിയാണോ ഒസാമ ബിൻ ലാദൻ? അടുത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ. വാ, പോവാ. ഇത് ഒരുമാതിരി കോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ. ഗോവിന്ദച്ചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കുമോ? ഗോവിന്ദച്ചാമിയോ ഒസാമ ബിൻ ലാദൻ ഗോവിന്ദച്ചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കുമോ ഇല്ലേ? ചോദിച്ചതിന് ഉത്തരം പറയൂ. തെളിയിക്കപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ചോദിച്ചതിന് ഉത്തരം പറയൂ. ഗോവിന്ദച്ചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കുമോ ഇല്ലേ? ഗോവിന്ദച്ചാമിയാണോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് എന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗോവിന്ദച്ചാമി ചെയ്തു എന്ന് പറയുന്നു. ഗോവിന്ദച്ചാമി എന്താ ചെയ്തത്? സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആളാണ്. അറിയില്ലേ? പറയപ്പെടേ? ജയിലിൽ അവിടെ ഉണ്ടേ നിന്ന് കിടക്കുകയാണ്. അതറിയില്ല എന്ന് പറയപ്പെടുന്നു. പറയപ്പെടില്ല. അതവിടെ കുറ്റം അവിടെ സമ്മതിച്ച് അതിന്റെ ശിക്ഷ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് പറയപ്പെടുന്നുള്ളൂ. അപ്പൊ അജ്മൽ കസബിനെ നമ്മൾ എടുക്കുക. ആ ഭീകരവാദിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ എണീറ്റ് നിന്ന് ബഹുമാനിക്കുമോ? ഇല്ലേ? ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്നല്ല, ആ ചെയ്ത വ്യക്തിയുടെ ജീവനില്ലാത്ത ശരീരം നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനുള്ള ഒറ്റൊരു കഴിവില്ലേ, അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഒസാമ ബിൻ ലാദനെ ബഹുമാനിക്കും, അജ്മൽ കസബിനെ ബഹുമാനിക്കും, ഗോവിന്ദച്ചാമിനെ ബഹുമാനിക്കും. അതല്ലേ പറഞ്ഞു വന്നേ? അല്ല, ഗോവിന്ദച്ചാമിയാണ് നിൽക്കട്ടെ. എന്താ ഗോവിന്ദച്ചാമിക്ക് എന്താ പ്രശ്നം? ഗോവിന്ദച്ചാമിന്റെ പച്ചയായ ആത്മാവ് പോയിട്ടുള്ള ശരീരം മാത്രമാണ് വരുന്നത്. ശരീരം വേറെ, ആത്മാവ് വേറെ. ആത്മാവോ? അതെന്താ ആത്മാവ്? എന്താണ് കർമ്മ എന്നൊരു പരിപാടി ഉണ്ട് ഭായി. വാട്ട് ഈസ് ആത്മാവ്? കുട്ടി മിണ്ടുന്നില്ല. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിട്ടാണോ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചേ? ദൈവം എന്നെ സൃഷ്ടിക്കേ? എന്നെ ദൈവം ഒന്നല്ല സൃഷ്ടിച്ചത്, എന്നെ വാപ്പയമ്മയാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ ആര് സൃഷ്ടിച്ചു? വാപ്പയമ്മയും കൂടി. അതെങ്ങനെ സൃഷ്ടിച്ചു? അങ്ങനല്ല. അതായത് ഒരു വ്യക്തിനോട് ചോദിച്ചിട്ടല്ല ഒരു വ്യക്തിക്ക് ദൈവം. നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടെന്ന് പറയും, പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വൈബില്ലേ, അതായത് നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു. അവിടെ നിൽക്കട്ടെ. എന്നാ നിങ്ങൾ പറയ്, ഗോവിന്ദച്ചാമിന്റെ മയ്യത്ത് കണ്ടാ നിങ്ങൾ സല്യൂട്ട് അടിക്കൂല്ലേ?
ഗോവിന്ദച്ചാമി അല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾ ഒസാമ ബിൻ ലാദൻ പ്രശ്നമാണ്. അമ്പാനെ ഗോവിന്ദച്ചാമിനെ വിട്ടുപിടിക്കേ. ഒന്നാ ഒസാമ ബിൻ ലാദനെ പിടിക്കേ. നിങ്ങൾ പറയുന്ന അപ്പൊ ഒന്നാ ഒസാമ ബിൻ ലാദനെ പിടിക്കേ. നിങ്ങൾ സദ്ദാം ഹുസൈനെ പിടിച്ചോളി. ഒസാമ ബിൻ ലാദനെ പിടിക്കേ. നിങ്ങൾ സദ്ദാം ഹുസൈനെ പിടിക്കേ. എന്നാ സദ്ദാം ഹുസൈൻ കുർദുകളെ കൂട്ടക്കൊല നടത്തിയ, അതേപോലെ ഈ ഇറാഖ് യുദ്ധത്തിലൊക്കെ ഒരുപാട് പേരെ കൊന്നു തള്ളിയ, ഇനി പോട്ടെ പലസ്തീനികളെ കൊന്നു തള്ളിയ ഈ സദ്ദാം ഹുസൈൻ ചത്താൽ അയാളുടെ മയ്യത്തിനെ നിങ്ങൾ ബഹുമാനിക്കുമോ? ബഹുമാനിക്കും. ഹിറ്റ്ലറെ നിങ്ങൾ ബഹുമാനിക്കുമോ? ബഹുമാനിക്കും. ഹിറ്റ്ലറെയും ബഹുമാനിക്കും. അതായത് അതെ, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, അതായത് ഡിഡി. തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ, തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത, അതും ടീറ്റി. ചെറ്റയിൽ പരമചെറ്റ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. കാർത്തികേയൻ.